നമ്മളെല്ലാവരും എല്ലാ ദിവസവും എത്രയോ മണിക്കൂർ സംസാരിക്കുന്നു. പക്ഷെ ഈ സംസാരം ഇതിൽ കൂടെയൊക്കെയാണ് ഉണ്ടാവുന്നതെന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ആദ്യ ഭാഗം ഞാൻ പറയാം. ശ്വാസകോശത്തിൽ നിന്ന് ആദ്യം ഒന്ന് കാറ്റ് ഉള്ളിൽ പിടിക്കുകയും അത് സ്വനപേടകത്തിൽ കൂടി പുറത്തേക്ക് വരുമ്പോഴാണ് ശബ്ദത്തിൻ്റെ പ്രാരംഭം ഉണ്ടാവുക. അപ്പം നിങ്ങൾ ആലോചിക്കാം, ശ്വാസപ്രക്രിയയും ശബ്ദവുമായിട്ട് എന്ത് ബന്ധം? ഒരു ഉദാഹരണം ഒക്കെ പറയാം. ശ്വാസമുട്ടുള്ള പലരും നിങ്ങളെന്ന് കണ്ടിട്ടുണ്ടാവും. അവരുടെ ശബ്ദം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാമല്ലോ. സാധാരണ ഒരാൾ 1, 2, 3, 4 എന്ന് എണ്ണുന്ന പോലെ ശ്വാസമുട്ടുള്ള ഒരാൾ എണ്ണുമ്പോൾ 1, 2, 3, 4 എന്ന് തന്നെ ആവുന്നു. അപ്പോൾ നമ്മൾക്കറിയാത്തൊരു കാര്യം, ശ്വാസം പോലും നിങ്ങളുടെ ശബ്ദത്തിനെ ബാധിക്കുന്നു. തീർച്ചയായിട്ടും ശബ്ദ പ്രശ്നമുള്ള ആൾക്കാർക്ക് ശ്വാസം അത് ഉള്ളിൽ പോകുന്നതും പുറത്തു വരുന്നതും ശരിയായി തന്നെ നടക്കണം.